ഓരോ ക്ഷേത്രങ്ങളും തങ്ങളുടെ പൂജാദ്രവ്യ സാധനങ്ങളിൽ സ്വയം പര്യാപ്തമാവുക എന്നത് ഓരോ ക്ഷേത്രത്തിൻ്റെയും ഉന്നമനത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പൂജയ്ക്കെടുക്കുന്ന പുഷ്പങ്ങൾ. ഭഗവാൻ അർപ്പിക്കുന്ന പൂജാപുഷ്പങ്ങൾ അതാത് ക്ഷേത്രങ്ങളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് അത് കൃത്യമായി ഭഗവാൻ അർപ്പിക്കുമ്പോൾ അതിൻ്റെ പുണ്യതയും പവിത്രതയും എല്ലാം കാത്തുസൂക്ഷിക്കും. മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ പരിപാലനയ്ക്കും ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിനും ക്ഷേത്രത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പൂക്കൾ പൂജയ്ക്ക് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ ഐശ്വര്യദായകമാണ്. അത്തരം ഒരു സംരംഭവുമായി ഗുരുവായൂർ ക്ഷേത്രം പ്രശസ്തനായ ജീവകാരുണ്യ പ്രവർത്തകൻ ശ്രീ ഐശ്വര്യ സുരേഷുമായി കൈകോർക്കുന്നുണ്ട്. ഐശ്വര്യ സുരേഷ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സമീക്ഷപ്പറമ്പിന് സമീപത്തുള്ള സ്ഥലത്ത് ഉള്ളി തന്നെ അതിൻ്റെ ഭഗവാൻ ആവശ്യമായ 2 പൂജകളാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ പൂജയ്ക്കായി എടുക്കുന്നത്. ഒന്ന് തുളസിയും മറ്റത് തെച്ചിയും. ഇതിലേക്ക് ആവശ്യമായ തെച്ചി ആദ്യഘട്ടമെന്ന നിലയിൽ അദ്ദേഹം തന്നെ തെച്ചി തൈകൾ കൊണ്ടുവന്ന് അതോടൊപ്പം അതിനാവശ്യമായ കൃഷി നടത്താനാവശ്യമായ എല്ലാ അടിസ്ഥാന കാര്യങ്ങളും ചെയ്തുകൊണ്ട് തെച്ചിയുടെ ഒരു പൂന്തോട്ടം തന്നെ ഗുരുവായൂരിൽ ആരംഭിക്കുകയാണ്. പുള്ളിയുടെ ഒരു ചിരകാല അഭിലാഷമാണ് എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഗുരുവായൂർ ക്ഷേത്രം അതിനെ വളരെ പോസിറ്റീവായി കണ്ടുകൊണ്ട് നമ്മൾ ഇത്തരം ഒരു സംരംഭമായി 100% സഹകരിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ഭഗവാന് എടുക്കുന്ന പൂജാപുഷ്പങ്ങൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. അത്തരം ഒരു സംരംഭത്തിൽ പങ്കെടുക്കുവാൻ അല്ലെങ്കിൽ ഭാഗവക്കാവുവാൻ കഴിഞ്ഞ നമ്മുടെ ഐശ്വര്യ സുരേഷിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹ ശിരസ്സുകൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പന് വേണ്ടിയുള്ള പൂജാപുഷ്പങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിനമായ തെച്ചി ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതിൻ്റെ പവിത്രതയും പുണ്യവുമായി കണക്കാക്കുന്നു. അത് തീർച്ചയായും അത്തരം ഒരു സംരംഭത്തിന് എല്ലാ സഹായങ്ങളും നമുക്ക് നൽകിയ ഐശ്വര്യ സുരേഷിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ അവസരത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം 7-ാം തീയതി രാവിലെ 9 മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തന്ത്രി ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാടാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം ചടങ്ങിലേക്ക് നിങ്ങളെല്ലാവരെയും സമീക്ഷപ്പറമ്പിലേക്ക് ക്ഷണിക്കുന്നു.